ഓം നമോ നാരായണായ. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശുഭദിനം നേരുന്നു. ഓം നമോ നാരായണായ. നമുക്കിന്ന് മത്സ്യാവതാരമാണ് നോക്കാനുള്ളത്. ദശകം 32. 31-ാം ദശകത്തിൽ അസുര ചക്രവർത്തിയായ മഹാബലിക്ക് അദ്ദേഹം ചെയ്ത സത്കർമ്മങ്ങൾ നിമിത്തം സകല സിദ്ധികളും കൈവന്നവനായി തീർന്ന ആ മഹാബലിക്ക് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകം പ്രദാനം ചെയ്തു. ആ ശ്രേഷ്ഠമായ ലോകം ലഭിക്കട്ടെ എന്ന് വരം നൽകി. പിന്നീട് അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രസ്ഥാനവും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച്, അതുമാത്രമല്ല മത്സായുജ്യം ഭജജ പശ്ചാത് എന്ന് പറഞ്ഞു. എന്നിൽ സായുജ്യം പ്രാപിക്കട്ടെ എന്നും അനുഗ്രഹിച്ചു ഗുരുവായൂരപ്പൻ. ഈ ദശകത്തിൽ മത്സ്യാവതാരം എടുക്കുകയാണ്. മത്സ്യാവതാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ കൽപ്പത്തിലും ഗോക്കൾ, ദേവന്മാർ, ബ്രാഹ്മണർ, സജ്ജനങ്ങൾ, വേദങ്ങൾ, ധർമ്മം, അർത്ഥം മുതലായവയുടെ രക്ഷയ്ക്കായിട്ടാണ് ഭഗവാൻ ഓരോ ശരീരം എടുത്ത് അവതരിക്കുന്നത്. നമുക്കറിയാം, ഇതും നിർഗുണനാണ് ഭഗവാൻ. അവിടെ ഭഗവാൻ ഉച്ചനീചങ്ങളായ സർവ്വതിലും ചരിക്കുന്നുണ്ടെങ്കിലും ഒന്നിലും ബദ്ധനാകുന്നില്ല. സ്വതന്ത്രനാണ്. വായുവിനെ പോലെയാണ് ഭഗവാൻ. നൈമിത്തിക പ്രളയം ഉണ്ടായി കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, ബ്രഹ്മാവിൻ്റെ നിദ്ര നിമിത്തമാണ് നൈമിത്തിക പ്രളയം ഉണ്ടാകുന്നതെന്ന്. ആ കഴിഞ്ഞ കൽപ്പത്തിൻ്റെ അവസാനം ഉണ്ടായ നൈമിത്തിക പ്രളയത്തിൽ ഭൂമി മുതലായ സർവ്വതും സമുദ്രത്തിൽ ആഴ്ന്നുപോയി. പ്രളയത്തിൽ ബ്രഹ്മാവ് നിദ്രയിലാണ്ടുപോവുകയും ചെയ്തു. ഹയഗ്രീവൻ എന്ന അസുരൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നും 4 വേദങ്ങളും കവർന്നുകൊണ്ട് പോയി കളഞ്ഞു. ഇതറിഞ്ഞ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു മത്സ്യാവതാരം സ്വീകരിച്ച് ഹയഗ്രീവനെ വധിക്കുകയും വേദങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്യുന്നതാണ് മത്സ്യാവതാരം. ആ കൽപ്പത്തിൽ സത്യവ്രതൻ എന്ന പേരോടുകൂടിയ ഒരു രാജർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ജലം മാത്രം കുടിച്ച് ഭഗവാനെ തപസ്സനുഷ്ഠിച്ചു. അദ്ദേഹം പൂർവജന്മത്തിൽ ചെയ്ത സുഹൃതങ്ങളുടെ ഫലമായിട്ട് ഈ കൽപ്പത്തിൽ ശ്രാദ്ധദേവൻ എന്ന പേരോടുകൂടി സൂര്യപുത്രനായിട്ട് ജനിക്കുകയാണ്. ഭഗവാൻ അദ്ദേഹത്തെ മനുവായിട്ട് അവരോധിക്കുന്നു. ഒരു ദിവസം ഈ സത്യവ്രതൻ കൃതമാല നദിയിൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കൈക്കുമ്പിളിലെടുത്ത് തർപ്പണം ചെയ്യാൻ കൈക്കുമ്പിളിലെടുത്ത ജലത്തിൽ ഒരു ചെറിയ മത്സ്യത്തെ കാണുകയാണ്, മത്സ്യക്കുഞ്ഞ്. ആ സത്യവ്രതൻ മത്സ്യത്തെ ജലത്തോടുകൂടി നദിയിലേക്ക് തന്നെ കളയാൻ ഭാവിച്ചു. അപ്പോൾ ആ മത്സ്യക്കുഞ്ഞ് ആ സത്യവ്രതനോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ദീനവത്സലനായ രാജാവേ, ജലജന്തുക്കൾ നിറഞ്ഞ ഈ നദിയിൽ എന്നെ ഉപേക്ഷിച്ചാൽ എന്നെ മറ്റ് വലിയ ജന്തുക്കൾ ഭക്ഷിച്ചു കളയും. പക്ഷേ തന്നെ അനുഗ്രഹിക്കാനായിട്ട് മത്സ്യരൂപം ധരിച്ച ഭഗവാനാണിതെന്ന് സത്യവ്രതൻ അപ്പോഴറിയുന്നില്ല. സത്യവ്രതൻ ആ മത്സ്യത്തെ രക്ഷിക്കാൻ വേണ്ടി കയ്യിലുണ്ടായിരുന്ന പാത്രത്തിൽ ആക്കി ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു രാത്രി കൊണ്ട് മത്സ്യം ആ പാത്രം നിറയുന്ന വിധത്തിൽ വളർന്നു വന്നു. അപ്പോൾ അത് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാജാവേ, ഈ കുടത്തിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് കഴിയാൻ. ഇതിനകത്ത് കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് സുഖമായിട്ട് വസിക്കാൻ പാകത്തിനൊരു ഇടം ഒരുക്കി തരണം, ഒരു വാസസ്ഥാനം ഒരുക്കി തരണം എന്ന് പറയുകയാണ്. ഇത് കേട്ട രാജാവ് വലിയൊരു കുട്ടകത്തിൽ ജലം നിറച്ച് മത്സ്യത്തെ അതിലേക്കിട്ടു. എന്തതിശയം! മാത്രം നേരം കൊണ്ട് ആ പാത്രം നിറഞ്ഞു. എന്നിട്ട് പിന്നെയും രാജാവിനോട് പറഞ്ഞു: അല്ലയോ രാജാവേ, എനിക്ക് സുഖമായി വസിക്കുന്നതിന് ഈ കുട്ടകം പോരാ, ഇതിലും വലുതായ ഒരു ഇടം എനിക്ക് ഒരുക്കി തന്നാലും. ഉടനെ രാജാവ് ആ കുട്ടകത്തിൽ നിന്നെടുത്ത് ആ മത്സ്യത്തിനെ ഒരു തടാകത്തിൽ കൊണ്ടുവന്നിടുകയാണ്. അത് മാത്രം നേരം കൊണ്ട് ആ തടാകത്തിൻ്റെ വലിപ്പത്തിനേക്കാളും കൂടുതൽ വേഗത്തിൽ വളർന്നു വലുതായി. എനിക്ക് ഈ തടാകം പോരാ, എൻ്റെ ശരീരം ഈ തടാകത്തിനേക്കാൾ വളർന്നു വലുതായിരിക്കുന്നു, അങ്ങ് കാണുന്നില്ലേ? എനിക്ക്
സുഖമായി വസിക്കാൻ പറ്റിയ ഒരിടം കണ്ടെത്തി തന്നാലും പ്രഭു എന്ന് രാജാവിനോട് പറയുകയാണ് ആ മത്സ്യം. അപ്പോൾ അതിലും വലിയൊരു തടാകത്തിൽ കൊണ്ടുപോയി ആക്കുകയാണ് മത്സ്യത്തെ. അങ്ങനെ ഓരോരോ ജലാശയത്തിൽ കൊണ്ടുവന്നിടുമ്പോഴും അത് ആ ജലാശയത്തിൽ ശയിക്കാൻ പറ്റുന്നതിനേക്കാൾ വലുതായിക്കൊണ്ടിരുന്നു. അവസാനം രാജാവ് അതിനെ സമുദ്രത്തിൽ കൊണ്ടുപോയി ഇടുകയാണ്. അപ്പോൾ ആ മത്സ്യം ഇപ്രകാരം രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, സമുദ്രത്തിലെ ബലവാന്മാരായ മറ്റു മത്സ്യങ്ങൾ എന്നെ ഭക്ഷിക്കും, അതുകൊണ്ട് അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചു പോകരുതേ എന്ന്. മത്സ്യത്തിൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് ഭഗവാനാൽ മോഹിപ്പിക്കപ്പെട്ട ആ സത്യവ്രതൻ ചോദിക്കുകയാണ്, ഭവത് പ്രേരണയൈവ സർവം ഭവത് പ്രേരണയൈവ നൂനം എന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ? അപ്പോൾ സത്യവ്രതൻ ഇങ്ങനെ പറഞ്ഞു, മത്സ്യാകൃതിയോടുകൂടി ഞങ്ങളെ ഇങ്ങനെ മോഹിപ്പിക്കുന്ന അവിടുന്ന് ആരാണെന്ന് പറയണമേ. ഇങ്ങനെ വളർന്നു വളർന്നു വരുന്ന ഇത്രയും വീര്യത്തോടു കൂടിയ ഇങ്ങനെ മായാവിയായ ഒരു ജലജീവിയെ ഞാനിതിനു മുമ്പ് കണ്ടിട്ടേയില്ല. അവിടുന്ന് ഒറ്റ നാൾ കൊണ്ട് ഇത്രമാത്രം വലിയ ആകാരത്തിൽ വളർന്ന് ഒരു തടാകത്തെ അതിക്രമിക്കുന്ന വിധം വളർന്നു വന്നുവല്ലോ. ഞാൻ കരുതുന്നത് അവിടുന്ന് അവ്യയനും കാരണജലത്തിൽ ശയിക്കുന്നവനുമായ സാക്ഷാൽ നാരായണൻ തന്നെയാണെന്നാണ്. അല്ലാതെ മറ്റാർക്കും ഇങ്ങനെ ഒരു രൂപം ധരിക്കാൻ കഴിയില്ല. അവിടുന്ന് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. അല്ലയോ ജഗദീശ്വര, അവിടുത്തേക്ക് എൻ്റെ നമസ്കാരം. അവിടുന്ന് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനായിട്ടായിരിക്കുമല്ലോ ഈ ജലജീവിയുടെ രൂപത്തെ ധരിച്ചിരിക്കുന്നത്. ഭക്തന്മാർക്കുള്ള മോക്ഷപ്രാപ്തിക്കുള്ള കാരണവും അവിടുന്ന് തന്നെയാണല്ലോ. അവിടുത്തെ സർവ്വ ലീലാവിലാസങ്ങളും പ്രാണികളുടെ ക്ഷേമത്തിനു വേണ്ടിയാണല്ലോ. നമുക്കിനി ഒന്നാമത്തെ ശ്ലോകം നോക്കാം. പുരാ ഹയഗ്രീവമഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വധിൽസ കില മത്സ്യരൂപം. പുരാ ഹയഗ്രീവ മഹാ അസുരേണ ഷഷ്ടാന്തര അന്തഃ ഉദ്യത കാണ്ഡകൽപേ നിദ്ര ഉന്മുഖ ബ്രഹ്മമുഖാത് ഹൃതേഷു വേദേഷു അധിത്സഹ കില മത്സ്യരൂപം. പുരാ എന്ന് വച്ചാൽ പണ്ട്, വളരെ പണ്ട്. ഹയഗ്രീവ മഹാസുരേണ, ഹയഗ്രീവൻ എന്ന മഹാ അസുരനാൽ ഷഷ്ടാന്തരാന്തോദ്യത കാണ്ഡകൽപേ, ഓരോ കൽപ്പത്തിലും പ്രളയമുണ്ടാകും. ആ പ്രളയത്തിലെല്ലാം മുങ്ങിപ്പോവും. വീണ്ടും ബ്രഹ്മാവ് സൃഷ്ടിക്കും ഭഗവാന്റെ പ്രേരണയാൽ. ഇവിടെ ഷഷ്ടം 6, ആ 6ാമത്തെ മന്വന്തരത്തിൻ്റെ ഒടുവിൽ 6ാമത്തെ ചാക്ഷുഷ മനുവാണ് മന്വന്തരാധിപൻ. ആ കാണ്ഡകൽപേ, ആ മന്വന്തരത്തിൻ്റെ അവസാനത്തിൽ ഓരോ കൽപ്പത്തിൻ്റെ ആ കൽപ്പാവസാനം നൈമിത്തിക പ്രളയം ഉണ്ടാകും. ആ പ്രളയത്തിലെല്ലാം മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിദ്രോന്മുഖനായി, അതായത് ഉറങ്ങാൻ തുടങ്ങുന്ന നൈമിത്തിക പ്രളയം എന്ന് വച്ചാൽ ബ്രഹ്മാവ് ഉറങ്ങുന്നതാണെന്ന് പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ ആ രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നത് പോലെ ബ്രഹ്മാവ് ഉറങ്ങാൻ പോകും. നേരം വിളക്കുമ്പോൾ ഉണരും. അപ്പോൾ പ്രളയം കഴിയും. നമ്മളെല്ലാം ആ നൈമിത്തിക പ്രളയത്തിൽ ഭഗവാനിൽ ലയിച്ച് ഒന്നും അറിയാതെ നമ്മളും ഉറങ്ങിപ്പോവും. അപ്പോൾ ഇവിടെ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു, ബ്രഹ്മമുഖാത്, ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ഹൃതേഷു അപഹരിക്കപ്പെട്ടു. എന്താണ് അപഹരിക്കപ്പെട്ടത്? വേദേഷു അധിത്സ കില മത്സ്യരൂപം. അപ്പോൾ വേദങ്ങൾ ആ അസുരനാൽ അപഹരിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് മത്സ്യശരീരം സ്വീകരിക്കാൻ ഇച്ഛിച്ചു എന്ന് കില മത്സ്യരൂപം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ. ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നാണ് വേദങ്ങൾ ഉത്ഭവിച്ചതെന്ന് നമ്മൾ പഠിച്ചു. ഒന്നുകൂടെ നമുക്ക് ശ്ലോകം നോക്കാം. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യത കാണ്ഡകൽപേ
നിദ്രോന്മുഖബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വധിൽസ കില മത്സ്യരൂപം.